ഹലോ, ഗ്രേറ്റ് മീഡിയസിലേക്ക് സ്വാഗതം. രണ്ടാം ദിനവും മിന്നിച്ചിരിക്കുകയാണ് പാട്രിയോട്ട്. രണ്ടാം ദിവസത്തെ ഫൈനൽ കളക്ഷൻ പുറത്തു വരുമ്പോൾ 1853 ഷോകളിൽ നിന്ന് 2,63,000 ടിക്കറ്റുകൾ വിറ്റുപോയപ്പോൾ 50% തിയേറ്റർ ഒക്യുപ്പൻസിയായി വന്നത്. 4,64,00,000 രൂപ ട്രാക്ഡ് കളക്ഷൻസിലൂടെ സിനിമ നേടുകയുണ്ടായി. അതായത് സിനിമയുടെ ഫൈനലായി വന്നത് 5,38,00,000 രൂപ എന്നുള്ളതാണ് ട്രാക്കേഴ്സ് പുറത്തുവിടുന്ന കണക്കുകൾ. അതായത് ആദ്യ ദിനം 8.5 കോടി നേടിയ ചിത്രത്തിന് ഇടിവ് തന്നെയാണ് ഉണ്ടായതെങ്കിലും മികച്ച ഒരു കളക്ഷൻ എന്ന് തന്നെ നമുക്ക് വിലയിരുത്താം. ഞായറാഴ്ചയും മികച്ച രീതിയിലേക്കുള്ള കളക്ഷനിലേക്ക് ഈ ഒരു സിനിമ നീങ്ങുകയാണ്. പ്രീസെയിൽ കളക്ഷൻ അതിന് ഉദാഹരണമായി മാറുകയും ചെയ്യുകയാണ്. എന്തായാലും ഈ ഒരു സിനിമ ഒരു വമ്പൻ വിജയത്തിലേക്ക് എത്തുമോ എന്നുള്ള ചോദ്യത്തിന് അത് ഇനിയും കാത്തിരിക്കേണ്ടി വരും എന്നുള്ളത് തന്നെയാണ് പറയാനുള്ളത്. ആദ്യ ദിനം 29.5 കോടിയോളമാണ് സിനിമയ്ക്ക് നേടാൻ കഴിഞ്ഞതായി പുറത്തു വന്നിരിക്കുന്ന റിപ്പോർട്ടുകൾ. അതിൽ തന്നെ ഓവർസീസിൽ നിന്ന് 18 കോടിയോളമാണ് സിനിമയ്ക്ക് നേടാൻ കഴിഞ്ഞത്. 12 കോടിയോളം അല്ലെങ്കിൽ 12 കോടിക്കടുത്താണ് സിനിമയ്ക്ക് ഇന്ത്യ ഗ്രോസായി നേടുകയും ചെയ്തത്. കേരള ഗ്രോസായി വന്നത് 8.5 കോടിയോളമാണ്. ഇനി സിനിമയുടെ പ്രീസെയിൽ ഞായറാഴ്ചത്തെ കളക്ഷനിലേക്ക് നമുക്ക് നോക്കാം. ഞായറാഴ്ചത്തെ ആ ഒരു കളക്ഷനോട് കൂടി സിനിമ 50 കോടിയിലേക്ക് പ്രവേശിക്കും. അതായത് മൂന്നാമത്തെ ദിവസം സിനിമ 50 കോടിയിലേക്ക് എത്തുകയാണ്. പ്രീസെയിൽ കളക്ഷൻ 1755 ഷോകളിൽ നിന്ന് 1,40,000 മുകളിലുള്ള ടിക്കറ്റുകൾ വിറ്റുപോയപ്പോൾ 2,58,82,000 രൂപയാണ് ട്രാക്കിങ്ങിലൂടെ നമുക്ക് ലഭിച്ചിരിക്കുന്നത്. അതായത് 3/4/2026 പ്രമുഖ ട്രാക്കേഴ്സായ WTF പുറത്തുവിട്ടിരിക്കുന്ന കണക്കാണ്. എന്തായാലും തിരുവനന്തപുരത്ത് 36 ലക്ഷം രൂപയും എപ്പോഴും കാണുന്ന പോലെ എറണാകുളത്ത് ഏറ്റവും കൂടുതൽ 71 ലക്ഷം രൂപയും നേടിയപ്പോൾ തൃശ്ശൂർ 28 ലക്ഷം രൂപയാണ് നേടാൻ കഴിഞ്ഞത്. പ്രധാന കേന്ദ്രമായ കോഴിക്കോട്ട് 25 ലക്ഷം രൂപയോളം നേടിയപ്പോൾ കണ്ണൂരിൽ നിന്ന് നമുക്ക് കാണാൻ കഴിയുന്നത് 18 ലക്ഷം രൂപയോളമാണ് എന്നുള്ളതാണ്. എന്തായാലും മികച്ച രീതിയിലുള്ള ഒരു കളക്ഷനാണ്. സിനിമയ്ക്ക് നെഗറ്റീവ് വന്നതുകൊണ്ട് തന്നെയാണ് ആ ഒരു കാര്യത്തിലേക്ക് നമ്മളെത്തുന്നത്. അല്ലെങ്കിൽ ഒരു പോസിറ്റീവൊക്കെ ആയിരുന്നെങ്കിൽ ഇതിനോടകം തന്നെ സിനിമ 100 കോടി കടക്കേണ്ടതായിരുന്നു, പ്രത്യേകിച്ച് മമ്മൂട്ടി മോഹൻലാലും ഉള്ളതുകൊണ്ട് തന്നെ. എന്തായാലും GCC രാജ്യങ്ങളിൽ വലിയ രീതിയിലുള്ള ഒരു റിലീസ് വരികയും അവിടെ വലിയ രീതിയിലുള്ള കളക്ഷൻ നേടാൻ കഴിഞ്ഞതുകൊണ്ട് തന്നെയാണ് സിനിമയ്ക്ക് ഇത്രത്തോളം കളക്ഷൻ വരികയും ചെയ്തത്. സിനിമയുടെ ബഡ്ജറ്റ് 105 കോടിയോളം എന്നുള്ളത് തന്നെയാണ് പുറത്തു വരുന്ന റിപ്പോർട്ടുകൾ. എന്താണെങ്കിലും ഒരു കാര്യം ഉറപ്പിക്കാം, ഈ ഒരു തിങ്കളാഴ്ചയോടെ സിനിമയുടെ വിധി എഴുതും എന്നുള്ളതാണ്. ഈ ഒരു തിങ്കളാഴ്ച തൊട്ടുള്ള ദിവസങ്ങളിൽ സിനിമയ്ക്ക് സ്റ്റഡിയായി പോകാൻ കഴിയുകയാണെങ്കിൽ തീർച്ചയായും സിനിമ 100 കോടി കടക്കും എന്നുള്ളതാണ്. തീർച്ചയായും അതൊരു വലിയ ചോദ്യം തന്നെയാണ് എല്ലാവരും ചോദിക്കുന്നത്, 100 കോടി കടക്കുമോ എന്നുള്ളത്. സിനിമയ്ക്ക് വളരെ വേഗത്തിൽ 50 കോടിയിലേക്ക് എത്താൻ കഴിഞ്ഞുവെങ്കിലും ഇനി വരുന്ന ആഴ്ചകളിൽ സിനിമയ്ക്ക് ലോങ് റണ്ണ് തന്നെയുണ്ട്. അതിനിടയിൽ സിനിമയ്ക്ക് 100 കോടി എത്താൻ കഴിയുമെന്നുള്ള പ്രതീക്ഷയാണ്. എന്താണേലും ഈ ഒരു സിനിമയുടെ മറ്റ് വിശേഷങ്ങളുമായി നമുക്ക് വരാം. വീഡിയോസ് ഇഷ്ടമായെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്ത് തരണം. ഗ്രേറ്റ് മീഡിയാസ്.